Watch full episodes on Jio Hotstar. ആ പിള്ളേര് സാധാരണ പിള്ളേരൊന്നുമല്ല. എന്നെ എടുത്തിട്ട് പന്താടുകയാണ് ചെയ്തത്. അവര് ജയിക്കാൻ പറ്റില്ല. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എത്രയും പെട്ടെന്ന് ആ പിള്ളേരുടെ അഡ്രസ് കണ്ടുപിടിച്ചേ പറ്റൂ. പ്ലീസ്. ഐഡിയ. നമുക്ക് ആ കാർണിവലിന്റെ CCTV ഫുട്ടേജ് കാണണം. ആ കുട്ടികൾ എവിടുന്നാ വന്നേന്നും ആരുടെ കൂടെയാ വന്നേന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്റെ അമ്മോ, മോട്ടോ താഴെ കണ്ടോ? തന്നെ തല്ലിയവൻ പോകുന്ന കണ്ടില്ലേ? തന്നെ തല്ലി പഴുപ്പിച്ചിട്ട് അവൻ ചുവന്ന കാറിൽ കയറി പോകുന്നത് കണ്ടില്ലേ? വിടില്ല, ഞാൻ അവനെ വെറുതെ വിടില്ല. Hey kids, stop! Stop in the name of law! Yeah! വെറുതെ വിടില്ല ഞാൻ. എന്റെ അമ്മോ, ഇല്ല 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 ഇല്ല, വിടില്ല. ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എന്റെ പൊന്നു ചിങ്കം സാറേ, ആ കുട്ടികൾ ഇവിടെ ഇല്ല. ആ മോണിറ്ററിന്റെ അകത്താ ഉള്ളത്. എന്റെ അമ്മോ, സോറി 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 സോറി. മോട്ടുനെ എപ്പോഴും സഹായിക്കാറുണ്ട്. ഇന്ന് എനിക്ക് തിരിച്ച് സഹായിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഈ അവസരം ഞാൻ പാഴാക്കില്ല. ഇതൊന്നും ഞാൻ ഒരിക്കലും പിന്മാറില്ല. യാ ചിങ്കം സാറേ, നിങ്ങൾ മോട്ടോന് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ആ കാറിന്റെ നമ്പർ വെച്ച് ആ കാർ ആരുടേതാണെന്ന് കണ്ടുപിടിക്കേ. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ നോക്കാം. പറയാം 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 പറയാം. ഞാൻ ഇപ്പൊ തന്നെ നോക്കി പറയാം. നോക്കട്ടെ. ഇത് നോക്കിയിട്ട് വേണം എനിക്ക് ചൂട് പരിപ്പോടെയും പഴംപൊരിയും കഴിക്കാൻ. എന്റെ അമ്മോ, കണ്ടു 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 ഞാൻ. ആ കാർ ഹിൽ ടോപ്പ് സിറ്റിയിലുള്ള വണ്ടിയാണ്. ഇത് പേരിന് മാത്രം ഒരു ഹിൽ ടോപ്പ് സിറ്റി ആണ്. മലയുടെ മുകളിൽ ഒരു വീട് മാത്രമേ ഉള്ളൂ. മാർഷൽ സാറും പിന്നെ മേഡം ആർത്തിയാണ് അവിടെ താമസിക്കുന്നത്. അവര് സ്വയം തീരുമാനിച്ച ആ മലക്കിട്ട പേരാണ് ഹിൽ ടോപ്പ് സിറ്റി. അതിന് താഴെ വേറൊരു സിറ്റി ഉണ്ട്. അതിന്റെ പേരാണ് അജൂബ സിറ്റി. അജൂബ 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 അജൂബ. പിന്നെന്തിനാ വെറുതെ സമയം കളയുന്നേ? മോട്ടു വാ, നമുക്ക് പോയിട്ട് അവന്റെ തലയൊക്കെ ഇഷ്ടിക കൊണ്ട് അടിച്ച് പൊളിക്കാം. ഇന്ന് പത്തലു, ഇഷ്ടിക ഇനി വായിച്ചോളൂ. എന്റെ മോട്ടു, ഞാൻ ഇവിടുന്ന് ഇഷ്ടിക കൊണ്ടുപോകാനല്ല പറഞ്ഞത്. ഇഷ്ടിക കൊണ്ട് തല തല്ലി പൊളിക്കാം എന്ന് പറഞ്ഞത് അവർക്കിട്ട് 8ന്റെ പണി കൊടുക്കാൻ വേണ്ടിയാണ്. മോട്ടു, ഞാനൊരു ഉപമ പറഞ്ഞതല്ലേ, നീ എന്താ ഇങ്ങനെയൊക്കെ? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഈ സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. മോട്ടു എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഈ മാപ്പ് നോക്കിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പോകേണ്ട സ്ഥലം അതാണെന്ന്. വലിയേട്ടാ, ഇനി എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വേഗം ഈ കാറ് ലാൻഡ് ചെയ്യൂ. ഇന്ന് മഴ പെയ്താലും ശരി, കൊടുങ്കാറ്റടിച്ചാലും ശരി, ഞാൻ ആ പിള്ളേരെ ഒരു പാഠം പഠിപ്പിക്കാതെ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. ഇനി ആ പിള്ളേര് വലുതായിരുന്നെങ്കിൽ ഇതുപോലെ ഞാൻ മോട്ടു, നീ വിഷമിക്കരുത്. ഇത്തവണ നിന്നെ സഹായിക്കാൻ ഈ ഇൻസ്പെക്ടർ ചിങ്കം ഉണ്ടായിരിക്കും. വിടില്ല വിടില്ല വിടില്ല, അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മ, എനിക്കൊന്നും കാണുന്നില്ല. ആരെങ്കിലും ഇതൊന്നും തലേന്ന് ഊരിയെടുക്ക്, രക്ഷിക്കണേ.
അതെ, ഡോക്ടർ ജഡ്ക എവിടെയാ ഉള്ളത്? അങ്ങോട്ട് നോക്കിയേ. ഓ എന്റെ ബ്രോ, എന്റെ ചങ്കുകളെ, നിങ്ങൾക്ക് ക്രാഷ് ലാൻഡിങ് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്നെ എന്തിനാ ലാൻഡിങ്ങിന് വിളിച്ചത്? ഫ്ലൈയിങ് ഹെൽമെറ്റ് കയ്യിലുണ്ടായിട്ടും ഞങ്ങളോട് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? സോറി ചങ്കുകളെ, സോറി, ഞാൻ ആ കാര്യം മറന്നു പോയതാ. ഇനി ഇത് ആവർത്തിക്കല ചങ്കുകളെ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, എന്റെ കാറ് മൊത്തം നാശമായല്ലോ. ഇതുകൊണ്ട് ഇനി നമുക്ക് പറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ പൊന്നു ചങ്കുകളെ, ഈ കാട്ടിൽ എന്നെ ഇങ്ങനെ ഒറ്റക്കിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? നിക്ക്. കൊള്ളാം. ആരവരൊക്കെ? എന്റെ ചേട്ടാ ഒന്ന് കേക്കൂ. ഇതിന്റെ മുകളിലുള്ള മാർഷലിന്റെ പാലസ് ഇല്ലേ, അവിടേക്ക് എങ്ങനെയാ പോവുക? അയ്യോ സാറേ, അങ്ങോട്ട് പോകാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. നോ റോഡ് അറ്റ് ഓൾ. അല്ല, പിന്നെ മിസ്റ്റർ മാർഷൽ എങ്ങനെ പോയി വന്നും കൊണ്ടിരിക്കുന്നത്? ഇനി അദ്ദേഹത്തിന് ചിറക് വല്ലതും ഉണ്ടോ? അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. അയാള് ഹെലികോപ്റ്ററിലാണ് പോകാറുള്ളത്. ഓ സാറേ, ഓർമ്മ വന്നു. ഒരു വഴി കൂടി ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ കൂടെ നീന്തി അവിടുത്തെ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുള്ളതാ. എന്റെ അമ്മോ, വെള്ളച്ചാട്ടത്തൂടെ നീന്തിയ താഴേക്കല്ല വരിക. പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ മുകളിലേക്കല്ലേ പോകേണ്ടത്. അതിനുള്ള വഴി പറയൂ. അവരെങ്ങനെയാ പോയതെന്ന് എനിക്കും അറിയത്തില്ല സാറേ. ആർക്കറിഞ്ഞാലും ശരി, അറിയില്ലെങ്കിലും ശരി, ഞങ്ങൾ അത് കണ്ടുപിടിക്കുന്നതായിരിക്കും. വാ മോട്ടു. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. വല്ലതും കഴിക്കാൻ പോയിട്ട്. ഒന്ന് മിണ്ടാതിരുന്നേ മോട്ടു. നമുക്ക് ഇനി മുകളിലേക്ക് പോയി ആഹാരം കഴിക്കാം. നമ്മുടെ മിഷൻ സക്സസ് ആവണം. സക്സസ്. ഫോക്കസ്. ഡോണ്ട് ഡൈവേർട്ട്. ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. ദ നെയിം ഈസ് ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. വരൂ വരൂ മക്കളെ. പക്ഷേ ഈ തേങ്ങാമഴ എവിടുന്നാണാവോ വരുന്നത്? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത്. മമ്മി, ഡാഡി, അങ്കിൾ, മുത്തച്ഛ, അമ്മച്ചി. രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നത് വാട്ടർഫാൾസ് കണ്ടിട്ടാ മുതലേ പേടിച്ചതെന്നാ. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. മാത്രമല്ല, മേളിലേക്ക് പോകുവാനുള്ള വഴിയും കാണുന്നില്ല. എന്റെ മോട്ടു, ഇപ്പൊ ഈ വിശപ്പിന്റെ കാര്യം വിട്ടേക്ക്. നമുക്ക് വാട്ടർഫാൾസിന്റെ മുകളിലേക്ക് നീന്തി പോവാൻ പറ്റില്ല. പക്ഷെ വാട്ടർഫാൾസിന്റെ പുറകിൽ പാറയുണ്ട്. അതിൽ പിടിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എത്താം. വേഗം വാ. എന്റെ അമ്മോ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ കമാൻഡോ ട്രെയിനിങ്ങിൽ റോക്ക് ക്ലൈംബിംഗ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ പോകുന്നത്. ഇപ്പൊ കണ്ടോളൂ, കണ്ടോ. കമാൻഡോ അറ്റൻഷൻ, ഫോളോ മീ. Yes, sir.
എന്നെ പിടിച്ചോ, ഞാൻ മുകളിലേക്ക് പോവാൻ പോവാ. എന്റെ മോട്ടു പിന്നിലേക്കൊന്ന് നോക്ക്. ഇല്ല പത്ലു. ദേ അട്ട. എന്താ പറ്റിയേ? ഏയ്, വേണ്ട, വേണ്ട, കടിക്കല്ലേ, കടിക്കരുതെന്ന്. പൊയ്ക്കോ. വേണ്ട, രക്ഷിക്കണേ. അല്ല, നിങ്ങൾക്കൊന്നും നാണമില്ല പ്രാണികളെ. വിശക്കുന്നത് എനിക്കല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ പാർട്ടി ആഘോഷിക്കാൻ ഞങ്ങളെ കിട്ടിയുള്ളൂ. ഇവറ്റകളെ പേടിച്ചെടുത്തിട്ട് കാര്യമില്ല. സോറി പറ, സോറി പറയാൻ. ദേ വരുന്നു. എന്റെ മോട്ടു പിന്നിലേക്കൊന്ന് നോക്ക്. ഇല്ല പത്ലു, പുറകിലേക്ക് തിരിഞ്ഞു നോക്കുവാനുള്ള സമയമല്ല ഇത്. എനിക്ക് വേണ്ടെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്ക് പ്ലീസ്. എക്സ്ക്യൂസ് മീ. എന്താണ്? പിടിക്ക്, എന്റെ കയ്യിൽ പിടിക്ക്. എന്റെ അമ്മോ, വിട്, എന്റെ കൂട്ടുകാരെ വിടാൻ. വിട്, 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 വിട്. The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. നിന്നെ വെറുതെ വിടില്ല. ചിങ്കം സാറ് എന്നെയല്ല അട്ടയെ വെടിവെക്ക്. ഓക്കേ, മൈ ഡിയർ ഇളനീരെ, സ്റ്റോപ്പ്. എന്റെ കൂട്ടുകാരന്റെ ജീവൻ അപകടത്തിലാണ്. നിങ്ങൾ അങ്ങോട്ട് പോ. നിങ്ങൾ എല്ലാവരും ആ ജീവിയുടെ മീതെ ചെന്ന് വിഴ്. ചിങ്കം സാറേ സോറി, പിന്നെ താങ്ക് യു ഉണ്ട്. ഇന്ന് നിങ്ങളുടെ തേങ്ങ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ എല്ലാവരും ഓടിക്കോ. പൊളിക്കടുത്തല്ലോ, നമ്മൾ എങ്ങോട്ട് ഓടാനാണ്? അട്ടകളുടെ ഒരു പ്രസ്ഥാനം ഇവിടെ നടക്കുന്നത് കണ്ടില്ലേ? അതെ ഗസീട്ടാറാം, അങ്ങ് ദൂരെ വെട്ടം കാണുന്നുണ്ട്. അവിടെ തീർച്ചയായും വഴിയുണ്ടാവും. അതിൽ കൂടെ നമുക്ക് രക്ഷപ്പെടാം. വല്യേട്ടാ, നിങ്ങൾ എവിടെയുള്ളത്? ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. വല്യേട്ടാ, മോട്ടു, എനിക്ക് തോന്നുന്നു ഡോക്ടർ ജഡ്കിക്ക് പാറയിൽ കൂടെ കയറാൻ പറ്റിയില്ലെന്നാ. ഓടിക്കാ. ഈ ഓട്ടം എപ്പോഴാവുന്ന അവസാനിക്കുക? വിശപ്പ് കൂടി കൂടി വരികയാണ്. ഭക്ഷണം. എന്റെ പത്ലു, മുൻപിലതാ സമൂസ, വലിയ വലിയ സമൂസ. ഇനിയല്ലേ രസം. എന്റെ മോട്ടു സ്വയബോധത്തിലേക്ക് തിരിച്ചു വാ. അത് സമൂസയല്ല, ഗസീറ്റാറാമും ചിങ്കം സാറുമാണ് മോട്ടു. അല്ല അല്ല, അത് സമൂസ തന്നെയാണ്. സമൂസ. ഓടിക്കാ. നമ്മളിപ്പോ ലാൻഡ് ആവാൻ പോവാണ്. മോട്ടു, താഴെ സമുദ്രമാണ്. എന്റെ അമ്മോ, സമൂസ. എന്റെ അമ്മോ. ഓടിക്കോ, ഓടിക്കോ. സമൂസ, സമൂസ. എത്ര വലിയ സമൂസയാ. അല്ല, ഇവൻ എന്റെ വയറ്റിലേക്ക് പോവാൻ എത്ര ധൃതി എന്താ? മോട്ടു,
അത് സമൂസയല്ല, ഷാർക്കാണ്. മോട്ടു, എന്റെ അമ്മോ. Watch India's largest kids library only on Jio Hotstar. Download the app now.